ശ്രീ നിർമ്മൽ എബ്രഹാം, നോക്കൂ, തമിഴ്നാട് ഫലത്തെ നമ്മൾ ഒന്ന് നോക്കിയാൽ തമിഴ്നാട്ടിൽ ഇത്രയും ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നത് എക്സിറ്റ് പോളുകൾക്ക് പോലും മിക്ക എക്സിറ്റ് പോളുകൾക്ക് പോലും പ്രവചിക്കാൻ കഴിയാതിരുന്നതാണ്. അതേസമയം വിജയ് ഉണ്ടാക്കുന്ന ഈ നേട്ടവും ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് എനിക്ക് തോന്നുന്നു ഇത്രയെങ്കിലും അവർ ഒരു ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന നിലയിൽ ഉള്ള ഒരു പ്രവചനം നടത്തിയത്. അപ്പോൾ അതിനപ്പുറമുള്ള ഒരു മാറ്റം തമിഴ്നാട്ടിൽ സംഭവിക്കുകയാണ്. ബോക്സ് ഓഫീസിലെ വിജയുടെ പടങ്ങൾ വിജയിക്കുമ്പോൾ ആഹ്ലാദിക്കുന്നത് പോലെ കേരളത്തിലെ വിജയുടെ ആരാധകർ ഉൾപ്പെടെ ആ വിജയം ഏറ്റെടുക്കുന്നു, ആഹ്ലാദിക്കുന്നു എന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. തമിഴ്നാട്ടിൽ ഈ സിനിമയ്ക്കും രാഷ്ട്രീയത്തിനും ഇടയിൽ അതിർവരമ്പുകൾ ഇല്ല എന്നതൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ചരിത്രം അവിടെയുണ്ട്. പക്ഷേ 2 വർഷം മാത്രം പ്രായമാകുന്ന ഒരു പാർട്ടി, കൃത്യമായ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരു പാർട്ടി, അതിനിടയിൽ അവരുടെ ലോഞ്ചിങ്ങിനിടയിൽ പോലും ഉണ്ടായിട്ടുള്ള കരൂർ അപകടവും മറ്റും വിവാദങ്ങളും ഒക്കെ നമ്മൾ കാണുകയാണ്. ആ മുന്നണിയെ ഭരണം മേൽപ്പിക്കാൻ ജനങ്ങൾ മുതിർന്നിരിക്കുന്നു എന്നതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? അതിലൊരു പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DMK-ക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ DMK വളരെ കറപ്റ്റായി മാറിയ ഒരു പാർട്ടിയാണ് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ. മാത്രമല്ല, വർഷങ്ങളായിട്ട് തമിഴ്നാട്ടുകാർക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ DMK, നമുക്കിവിടെ UDF-ഉം LDF-ഉം മാത്രം ഉള്ളതുപോലെ ഒന്നെങ്കിൽ DMK അല്ലെങ്കിൽ ADMK എന്നുള്ള ഓപ്ഷൻസ് മാത്രമാണ് മുന്നിലുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ അസ്വസ്ഥരായിരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒത്തിരി സോഷ്യൽ വെൽഫെയർ കൊടുക്കുന്ന പാർട്ടികളാണ് തമിഴ്നാട്ടിലുള്ള പാർട്ടികൾ. പൊതുവെ അത് ഫുൾഫിൽ ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തവണ DMK ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മെജോറിറ്റി കിട്ടിയപ്പോഴത്തേക്ക് അവർ കുറേ ഉറപ്പുകൾ കൊടുത്തിരുന്നു. പഴയ പെൻഷൻ സ്കീം തിരിച്ചു കൊണ്ടുവരുന്നുള്ള ഉറപ്പ് കൊടുത്തു. പെട്രോളിന്റെ വില സബ്സിഡി കൊണ്ടുവന്ന 5 രൂപ കുറയ്ക്കുമെന്ന് പറഞ്ഞു. ഡീസലിന്റെ വില 4 രൂപ കുറയ്ക്കുമെന്ന് പറഞ്ഞു. ഗ്യാസിന് 100 രൂപ അടുത്ത് സബ്സിഡി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇതൊന്നും പക്ഷെ ചെയ്തു കൊടുത്തില്ല എന്നുള്ള ഒരു വശത്തുണ്ട്. മറുവശത്ത് TMC ബംഗാളിലുള്ളതുപോലെ തന്നെ ക്രൈമിനെതിരെ കണ്ണടയ്ക്കുന്നു. കഞ്ചാവ് മാഫിയയും ലഹരി മാഫിയയും ഒക്കെ ആയിട്ട് അടുത്ത ബന്ധം ഗവൺമെന്റ് ഒഫീഷ്യൽസ് പുലർത്തുന്നു, അവർക്കെതിരെയും കണ്ണടയ്ക്കുന്നു എന്നുള്ള ആരോപണങ്ങളും മറുവശത്ത്. അപ്പൊ ഇതെല്ലാം നിൽക്കുന്ന സമയത്ത് മറു പാർട്ടി ഏത് എന്നുള്ളൊരു ചോദ്യത്തിന് എന്നും ഉത്തരം AIDMK എന്നുള്ളതായിരുന്നു. പക്ഷെ ഇത്തവണ AIDMK വീക്കായി പോയതാണ് വിജയ്ക്ക് അനുകൂല ഒരു ഘടകമായിട്ട് വന്നത്. കാരണം AIDMK-ക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പഴയ പോലെ, ഇപ്പൊ പണ്ട് MGR ഉണ്ടായിരുന്നു, അതിനുശേഷം ജയലളിത ഉണ്ടായിരുന്നു, ഇപ്പൊ അതുപോലെ കരിസ്മാറ്റിക് ആയിട്ടൊരു ലീഡർ ഇല്ല. മാത്രമല്ല, ഇപ്പൊ നിൽക്കുന്ന ലീഡർ EPS എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ നാട്ടിൽ പിണറായി വിജയനെ പോലെ ഏകദേശം ഒരു ഓട്ടോക്രാറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അതായത് കൂടെ നേതൃസ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള എല്ലാവരെയും തന്നെ തട്ടിക്കളയുന്നു. ശശികലയെ ഒഴിവാക്കുന്നു, ശശികലയുടെ മരുമകനായിട്ടുള്ള ദിനകരനെ ഒഴിവാക്കുന്നു. അതേപോലെ സെങ്കോട്ടി എന്ന് പറഞ്ഞ 40-45 വർഷത്തോളം ഈ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്ത മറ്റൊരാളെ ഒഴിവാക്കുന്നു. അങ്ങനെയുള്ള എല്ലാവരെയും ഒഴിവാക്കുന്നു. വിജയുമായിട്ട് പോലും ഒരു സഖ്യത്തിന് തയ്യാറാകാതിരുന്നത് EPS-ന് താല്പര്യമില്ലാതിരുന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോഴത്തേക്കും പിന്നെയുള്ള ആളുകളുടെ മുന്നിലുള്ള ഓപ്ഷൻ വിജയാണ്. വിജയുടെ ഈ വിജയത്തിനെ ശരിക്കും കുറച്ച് കാണാൻ പറ്റില്ല. കാരണം നമ്മൾ പൊതുവെ പറയും സെലിബ്രിറ്റീസിനും കരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡേഴ്സിനും എല്ലാം തമിഴ്നാട്ടിൽ ജയിക്കാൻ എളുപ്പമാണെന്ന് പറയും. പക്ഷെ ചരിത്രം നോക്കിയാൽ അങ്ങനല്ല. ഈ പറയുന്ന MGR 20 വർഷത്തോളം DMK-യിൽ നിന്ന് പ്രവർത്തിച്ച് അതിനുശേഷം കരുണാനിധിയുമായിട്ട് പിണങ്ങി പുറത്തുപോയി 5 വർഷം ഒപ്പോസിഷൻ ലീഡറായിട്ട് പ്രവർത്തിച്ച് അങ്ങനെ 25 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയിരിക്കുമ്പോൾ പോലും വിജയിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതേ MGR ആണ് ജയലളിതയെ കൊണ്ടിരുന്നത്. എന്നിട്ട് പോലും ജയലളിതയ്ക്ക് 9 വർഷം എടുത്തു ആദ്യത്തെ വിജയം കാണാനായിട്ട്. ഇനി ഈ അടുത്തുള്ള ഇലക്ഷൻസ് നോക്കി എത്രയോ നടന്മാർ, കമൽഹാസൻ ശ്രമിച്ചു, വിജയകാന്ത് ശ്രമിച്ചു, രജനീകാന്ത് ശ്രമിക്കാൻ ഓങ്ങി, പക്ഷേ അവസാന നിമിഷം പിന്മാറി. ഇവരുടെയൊക്കെ വോട്ട് ഷെയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിജയമായിട്ട് താരതമ്യം പോലും ചെയ്യാൻ പറ്റില്ല. കമൽഹാസൻ ആകെ നേടിയത് 2% വോട്ടാണ്, വിജയകാന്ത് ആകെ നേടിയത് 8% വോട്ടാണ്. വോട്ട് ഷെയർ കിട്ടില്ല എന്ന് വിചാരിച്ച് രജനീകാന്ത് പിന്മാറി. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഈ വെറും 2 വർഷം കൊണ്ട് ഇത്രയും വലിയൊരു മെജോറിറ്റിയോടെ വിജയം കാണുന്നത്. അതുകൊണ്ട് അതിനെ കുറച്ച് കാണാൻ പറ്റില്ല. പക്ഷെ അതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ഞാൻ കാണുന്നത് ചെറുപ്പക്കാരുടെ വോട്ടാണ്. അത് ഒരുപക്ഷെ BJP എയിം ചെയ്തിരുന്ന വോട്ടുകളാണ്, ചെറുപ്പക്കാരുടെ വോട്ടും അർബൻ വോട്ടുകളും. ഇത് രണ്ടും പിടിച്ചെടുത്തത് വിജയാണ്. പക്ഷെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 234 കോൺസ്റ്റിറ്റ്യുവൻസീസിൽ പലതിലും വിജയ് നേരിട്ട് പോയിട്ട് പോലില്ല. ശരിക്കും ജില്ലാ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു 8-10 ജില്ല, പെരമ്പൂർ, തിരുപ്പൂർ, അങ്ങനെയുള്ള കരൂർ, ഇങ്ങനെയുള്ള ചെറിയ ഒരു ചെന്നൈ, കോയമ്പത്തൂർ, ഇങ്ങനെ എണ്ണി നോക്കിയാൽ 8-9 സ്ഥലങ്ങളിൽ അദ്ദേഹം പോയിട്ടുള്ളൂ. അവിടെ എല്ലാം നടത്തിയത് ഒരു റോഡ് ഷോ ആണ്, 1-2 പ്രസംഗം കൊടുത്തതാണ്. എന്നിട്ട് പോലും ഈ വിജയം നേടാൻ സാധിച്ചു എന്ന് പറയുന്നത് അത്രമാത്രം ഭരണവിരുദ്ധ വികാരം DMK-ക്കെതിരെ ഉണ്ടായിരുന്നു. അതിനൊരു പ്രധാന മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ പലപ്പോഴും കുറ്റം പറയും, ഡൈനസ്റ്റിയാണ്, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാജീവ് ഗാന്ധി എന്നൊക്കെ പറയുന്ന പോലെ അവിടെ സംഭവിക്കുന്നത് എന്താ,
കരുണാനിധി മുതൽ തുടങ്ങിയതാണ് DMK. കരുണാനിധി കഴിഞ്ഞിട്ട് MK സ്റ്റാലിൻ വന്നു. MK സ്റ്റാലിൻ കഴിഞ്ഞ് ഇപ്പോൾ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഉദയനിധി സ്റ്റാലിനെ വെക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ മകനായ ഇമ്പനിധി സ്റ്റാലിനെ കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നു. ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ആളുകൾക്ക് ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ട്. അതിന്റെ ഗുണഭോക്താവായത് വിജയാണ് എന്നുള്ളതാണ് സത്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.